മനുഷ്യരുടെ ഇടയിൽ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവർക്ക് എപ്പോഴും സംസാരിക്കണമെന്നുള്ളൊരു ചിന്തയുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് എത്ര സംസാരിച്ചാലും നമുക്ക് മതി വരത്തില്ല. ഒന്ന് സംസാരിച്ച് വെച്ചാൽ ഉടനെ ടെലിഫോൺ താത്തു വെച്ചാൽ ഉടനെ പെട്ടെന്ന് വേറൊരു വിഷയം ഓർക്കും, അതിനെക്കുറിച്ച് പെട്ടെന്ന് വീണ്ടും വീണ്ടും സംസാരിക്കും. എന്നാൽ ചിലരൊക്കെ വിചാരിക്കും, എന്താണ് എടാ ഇവർ ഇത്രയും നേരം സംസാരിച്ചിട്ട് തീർന്നില്ലേ എന്നൊക്കെ തോന്നിപ്പോകും. സ്നേഹത്തിന് എത്ര കനമുണ്ടോ, എത്ര ആഴമുണ്ടോ, അത്രയും സംസാരത്തിനും തമ്മിലുള്ളതായ കമ്മ്യൂണിക്കേഷനും ആഴങ്ങളുണ്ട്, കനമുണ്ട്, ദൈർഘ്യമുണ്ട്. പറഞ്ഞാലും തീരത്തില്ല. ഇതുപോലാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധം. ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നതായ ചില വിഷയങ്ങളുണ്ട്. പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലനെ ദൈവം പത്മോസ് ദ്വീപിൽ ഏകനായി കൊണ്ടുപോയതിന് ശേഷം അവനെ സ്വർഗീയ അനുഭവത്തിലേക്ക്, അവനെ ആത്മവിവശനാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പല ദർശനങ്ങളും, വിലപ്പെട്ട ദർശനങ്ങൾ അവന് കൊടുത്തു. ആ ദർശനങ്ങളിൽ ആദ്യമായിട്ട് വരുവാനിരിക്കുന്നതായ അനേക സത്യങ്ങളെക്കുറിച്ച്, സഭയെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും ഒക്കെ യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ തിടുക്കം മുഴുവനും ആസിയയിലുള്ള 7 സഭകളുടെ ദൂതന്മാർക്ക് എഴുത്തെഴുതുക. അതൊരു വലിയൊരു സ്നേഹമല്ലേ? കാരണം ആ ദൂതന്മാരെ കർത്താവ് ആ സഭയെ സ്നേഹിക്കുന്നു. ആ സഭയോട് എന്തൊക്കെയോ അറിയിക്കുവാനുണ്ട്. യോഹന്നാനോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് ഈ 7 സഭകളോട് എനിക്ക് സംസാരിക്കണം. ആ 7 സഭകൾക്ക് ദൂതെഴുതുക. യോഹന്നാൻ തന്നെ ഒരു പക്ഷെങ്കിൽ അതിശയിച്ചു പോയേക്കുമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അതിൽ നിന്ന് ഒരു ദൂതിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തു തരിക. ഫിലദൽഫിയ സഭയോട് ദൈവം സംസാരിച്ചതായ ഒരു വാചകം. ഫിലദൽഫിയ സഭയ്ക്ക് അല്പമേ ശക്തിയുള്ളൂ, കുറച്ച് ശക്തി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വളരെ ശക്തിമാന്മാരാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഹസനങ്ങളൊന്നും അവിടെ ഇവിടെ ആയിട്ട് വലിയ അഭിനയങ്ങളൊന്നും നടത്താതിരുന്നതായ ഒരു സഭ, പാവം പിടിച്ച ഒരു സഭ. സാധുക്കളാണ് അവിടെ കൂടിയിരിക്കുന്നത്, എങ്കിലും അവർ വിശ്വസ്തരാണ്. അവരറിഞ്ഞ സത്യത്തിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായ ദൈവത്തിൻ്റെ വചനം അത് വളരെ സൂക്ഷ്മമായി പരിരക്ഷിച്ചുകൊണ്ട് അവർ അതിനെ മുറുകെ പിടിക്കുന്നവരായിരുന്നു. അത് ദൈവം തിരിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അത് തിരിച്ചറിയുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുന്ന ഉടനെ കർത്താവ് അവരെ ആദ്യം കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആരാണ് ഞാൻ? ഇങ്ങനെ വായിക്കുന്നു, ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് ആ ദൂതനോട് പറയാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ? വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആയി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ സംശയത്തിന് ആദ്യം ദൈവം ഒരു മറുപടി കൊടുക്കുകയാണ്. കർത്താവ് അവർക്ക് വെളിപ്പെടുമ്പോൾ അവർക്കൊരു ഒരു എഴുത്തെഴുതുമ്പോൾ, പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലനിൽ കൂടെ അവർക്കൊരു ദൂത്, ഒരു സന്ദേശം എഴുതുമ്പോൾ ആദ്യം കർത്താവിനെ പരിചയപ്പെടുത്തുന്നതായ ഭാഷ, ആരും അടയ്ക്കാതെ വണ്ണം താക്കോൽ എൻ്റെ കയ്യിലാണ്. ദാവീദിൻ്റെ നീതിയുള്ള താക്കോൽ എന്ന് പറഞ്ഞാൽ നീതിയായ കാര്യത്തിന് വേണ്ടി മാത്രമേ ഈ താക്കോല് കൊണ്ട് ഞാൻ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതായ വലിയൊരു ഉറപ്പ് ആ സഭയ്ക്ക് കൊടുക്കുകയാണ്. ആ സഭയ്ക്ക് വലിയൊരു സംശയമുണ്ടായിരുന്നു. അവർ വിശ്വസിച്ച വിശ്വാസം വീണായി പോകുമോ? അവർ കർത്താവിൻ്റെ വചനത്തെ, അവർക്ക് വലിയ ശക്തിയില്ലാത്തവൻ, ദൈവത്തിൻ്റെ വചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. കർത്താവ് വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും ആ അല്പമായ ശക്തിയിൽ നിന്നും കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങളുടെ വാതിലുകൾ അടഞ്ഞു പോകുമോ, നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെട്ടിരിക്കുന്നതായ വാതിലുകൾ അടയുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ചഞ്ചലപ്പെട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന അവർക്ക് കൊടുക്കുകയാണ്. ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു. അതിനുശേഷം കർത്താവിൻ്റെ ആത്മാവ് ആ ഫിലദൽഫിയയിലെ ദൂതനെ എഴുതുകയാണ്. 8-ാം വാക്യം, ഇത് ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. തുറന്നിരിക്കുന്ന വാതിലിനെ കാണിച്ചുകൊണ്ടാണ് ആ സഭയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ മുൻപിൽ അടയ്ക്കുമോ, അടഞ്ഞോ, തുറക്കത്തില്ലയോ, ഇതിനിയോ അങ്ങ് അടഞ്ഞു പോകുന്നതാണോ,
ഇനിയും തുറക്കാതിരിക്കുന്നതാണോ അതോ തുറന്നു തന്നെ ഇരിക്കുമോ എന്നൊക്കെ നിന്റെ മനസ്സിൽ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സഭ, ഫിലദൽഫിയയിലെ സഭയുടെ അംഗമാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവ് നിന്നെ പരിചയപ്പെടുവാനായി ഈ പ്രഭാതത്തിൽ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ നിന്റെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തുറന്നു വച്ചിരിക്കുന്ന വാതിലിലേക്കുള്ളതായ ഒരു ദർശനം നിനക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ തരികയാണ്. എത്ര വഴികളാണ് നിന്റെ മുൻപിൽ അടഞ്ഞു പോയത്. അതിനെ തുറക്കുവാനുള്ളൊരു ബലം നിനക്കില്ലായിരുന്നു. എങ്കിലും നിനക്ക് അല്പമേ, ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിനക്ക് 9-ാം വാക്യത്തിൽ വായിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ആ വാതിൽ തുറക്കാനും അടയ്ക്കാനും ഒന്നും നിനക്ക് ശക്തിയില്ല. നിന്റെ ശക്തിക്കുറവ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് ആ വാതിലിന്മേൽ അധികാരമുള്ള ദൈവമായി, അത് ആർക്കും അടയ്ക്കാതെ വണ്ണം തുറന്നു വച്ചിരിക്കുന്ന ഒരു വാതിൽ. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തിൻ്റെ തുറന്നു വച്ചിരിക്കുന്ന വാതിലുകളെ വിശ്വാസത്താൽ കാണുവാൻ കഴിയും? അടഞ്ഞു കിടക്കുന്നതായ വാതിലുകൾ പലപ്പോഴും നമ്മുടെ എതിരാളി നമ്മളെ കാണിച്ചുകൊണ്ട് പരിഹാസത്തിന് വേണ്ടി നമ്മുടെ മുൻപിൽ അടഞ്ഞ വാതിലുകളുടെ എണ്ണം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എണ്ണി 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 പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വചനത്തെ കാക്കുന്നതായ ഒരു ഫിലദൽഫിയ സഭയിലെ അംഗമായ ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നിന്റെ ശക്തിയെ തൂക്കി അറിഞ്ഞിട്ടുണ്ട്. നിനക്ക് ശക്തിയില്ലെന്ന് കർത്താവിന് അറിയാം. എങ്കിലും നിന്റെ ആ ശക്തി ഉപയോഗിച്ച് നീ എന്താണെന്നറിയാമോ? ദൈവവചനത്തെ നീ കാത്തുകൊള്ളുന്നു. അത് ദൈവം കാണുന്നുണ്ട്. നീതിയുള്ളവനായ ഒരു ദൈവം, നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്യുന്ന ദൈവം, നമ്മുടെ വാക്കുകളെ തൂക്കി നോക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുകളെയും നമ്മുടെ കാതുകളെയും നിയന്ത്രിക്കുന്ന ദൈവം, അതിൽ കൂടെയൊക്കെയും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായ ദൈവത്തിൻ്റെ വചനം എപ്രകാരമാണ് നമ്മുടെ ഹൃദയത്തിൽ പ്രാവർത്തികമാകുന്നതെന്ന് ദൈവം തൂക്കി നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ദിനം തോറും നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് നമ്മോട് പല കാര്യങ്ങൾ തുറന്ന് പറയുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ദൈവം കാണുന്നത് ഫിലദൽഫിയയിലെ സഭയിലെ ഒരംഗമായിട്ടാണ്. എന്താണെന്ന് അറിയാമോ? അല്പമേ ശക്തിയുള്ളൂ. ആരുടെയും മുന്നിൽ നമുക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. ശക്തിമാന്മാരും ബലവാന്മാരുമായിട്ടുള്ളവർ നമ്മുടെ മുൻപിൽ ധാരാളമുണ്ട്. നമ്മുടെ ചാരത്തും നമ്മുടെ സൈഡിലും ഒക്കെ, നമ്മുടെ മുൻപിലും പുറകിലും എല്ലാം അനേക ശക്തിമാന്മാർ നിന്നുകൊണ്ട് നമ്മെ പരിഹസിക്കുന്നുണ്ട്. അല്പമേ ശക്തിയുള്ളെന്ന് നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്നെക്കുറിച്ച് നന്നായിട്ട് തിരിച്ചറിയുന്നു. കർത്താവ് പറയുകയാണ് അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാനം, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. യെസ്, നീ അത് പറയണ്ട. ദൈവം അത് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും ആ അല്പമായ ശക്തിയിൽ നിനക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ, നീ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ നിഷേധിക്കാതെ, ആരുടെ മുൻപിൽ അവൻ്റെ നാമത്തെ തള്ളിപ്പറയാതെ നീ കണ്ണുനീരോടെ കഴിയുന്ന നിന്റെ ശോചനീയമായ അവസ്ഥയെ തിരിച്ചറിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ വസിക്കുന്നുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നിന്നോട് അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള പല തിങ്കിങ്, so many thinkings rising in your mind and making you deceived, making you discomfort, making you weak. എല്ലാ രീതിയിലും നമ്മെ അശക്തരാക്കി, നമുക്ക് ശക്തിയില്ലാത്തവരാക്കുന്ന നമ്മയോട് സംസാരിച്ച് നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു എതിരാളി നമ്മുടെ മുൻപിലുണ്ട്. ആ ശത്രുവിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ആ എതിരാളി നമ്മെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന പരിഹാസത്തെ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം കണ്ടുകൊണ്ട്, ദൈവം ഇതാ നമ്മൾക്ക് വെളിപ്പെടുമ്പോൾ ഈ പ്രഭാതത്തിൽ എങ്ങനെയാ വെളിപ്പെട്ടതെന്ന് അറിയാമോ? തുറന്ന വാതിലുമായി കർത്താവ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. ആ വാതിലിനെ നീ കാണുമ്പോൾ ദൈവം അതിൻ്റെ മുൻപിൽ ഒരു അശ്വത്ഥി തരുന്നു. തുറന്നവൻ അത് ദൈവമാണ്, കർത്താവാണ്. അവൻ്റെ കയ്യിലാണ് ദാവീദിൻ്റെ താക്കോൽ. അതാർക്കും അടയ്ക്കാൻ കഴിയില്ല. ദൈവം തുറന്നതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയില്ല. എന്നാൽ ദൈവം ഒരു വാതിൽ അടച്ചാൽ അത് നിനക്കുള്ള വാതിലല്ല. നീ അതിനെ ഓർത്ത് പരിതപിക്കേണ്ട. അത് ദൈവമാണ് അടച്ചതെങ്കിൽ വേറെ ഒരു വഴി നിനക്കായി തുറന്നു വെച്ചിട്ടായിരിക്കും ചില വാതിലുകൾ അടയ്ക്കുന്നത്. കാരണം എന്താ അറിയാമോ? ദൈവത്തിൻ്റെ പൈതൽ
ദൈവം തുറന്ന വാതിലാണെന്ന് വിചാരിച്ചുകൊണ്ട് പല വഴികളിൽ കൂടെയും റഷ്യയും അതിനെയൊക്കെ ഒഴിവാക്കാൻ ദൈവം ചില വാതിലുകൾ ചിലപ്പോൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ മുൻപിൽ അടച്ചു വയ്ക്കും. ദൈവത്തിന് ഒരു സമയം, സകലത്തിനും ഒരു സമയക്ലിപ്തമുണ്ട്. നാം പ്രാപിക്കുവാനുള്ളതായ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ലഭിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൃപ നമ്മെ എപ്പോഴും പൊതിഞ്ഞു സൂക്ഷിക്കും. നമ്മുടെ ബലഹീനതകളെ കർത്താവ് അറിയുന്നു. നമുക്ക് അല്പമേ ത്രാണിയുള്ളൂ, നാം ആത്മീക ജീവിതത്തിൽ അങ്ങ് തികഞ്ഞവനൊന്നും അല്ല എന്ന്, നമ്മുടെ ജീവിതത്തിൽ അങ്ങ് പ്രശംസിക്കത്തക്കതുമായ ഉയർച്ചകളൊന്നുമില്ല എന്ന് ദൈവം തീർച്ചയായിട്ടും നമ്മെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് പറയാൻ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നോക്കി നീ പലപ്പോഴും പരിതപിക്കാറുണ്ട്. അടഞ്ഞു കിടക്കുന്നതായ വഴികളെ നോക്കി നീ പലപ്പോഴും പരിതപിക്കാറുണ്ട്. ദൈവം അതുകൊണ്ട് എന്താണ് ചെയ്തതെന്നറിയാമോ? നിന്നെ സ്നേഹിക്കുന്നതിനാൽ, ഫിലദെൽഫിയയിലെ സഭയുടെ അംഗമേ, നിന്നെ സ്നേഹിക്കുന്നതിനാൽ ദൈവം നിനക്ക് പ്രത്യക്ഷനാകുന്നത് മറ്റൊരു രീതിയിലുമല്ല, തുറന്ന വാതിലുകളുമായിട്ട് അവൻ നിന്റെ മുൻപിൽ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അടഞ്ഞു കിടക്കുന്നതിനെ മുഴുവനും കർത്താവ് തുറന്നു തന്നുകൊണ്ട് അല്പമായ ശക്തി ഉപയോഗിച്ച് അതിൽ കൂടെ കടക്കുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഹിതമായിരിക്കുന്നു എന്ന് ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിനാൽ നമ്മുടെ കാര്യങ്ങളെ കർത്താവ് എല്ലാം തുറന്ന ഒരു സ്നേഹിതനെ പോലെ നമ്മോട് പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ നാമത്തെ നിഷേധിച്ചില്ല. ദൈവം സന്തോഷിക്കുകയാണ്. നമ്മുടെ ചില പ്രവൃത്തിയിൽ നമുക്ക് ചെയ്തിട്ടുള്ളതായ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതായ പല നീതി പ്രവൃത്തിയെയും, ദൈവത്തെ സ്നേഹിച്ചതായ വിധത്തെ, കർത്താവിൻ്റെ നാമത്തെ ബഹുമാനിച്ചതായ വിധത്തെ കർത്താവ് മറന്നു കളയാതെ നമ്മോട് പറയാൻ, നീ എൻ്റെ നാമത്തെ നിഷേധിച്ചില്ലെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവം നമുക്കായി കരുതിയിരിക്കുന്നതായ വചനം, തുറന്നിരിക്കുന്നതായ വാതിൽ. ദൈവത്തിൻ്റെ സന്ദേശം അതാണ്, തുറന്നിരിക്കുന്നതായ വാതിൽ. എന്നാൽ കർത്താവ് നമുക്ക് ഒരു വാഗ്ദത്തം കൂടെ തരുന്നുണ്ട്. ഈ ഭൂലോകത്തിലുള്ളതായ സകല മനുഷ്യരുടെയും സഹിഷ്ണുതയെക്കുറിച്ച് പരീക്ഷിക്കുന്നതായ ചില പരീക്ഷാകാലം വരുമ്പോൾ നിന്റെ അല്പമായ ശക്തിയെ നീ പുതുക്കി ഒരു പൂർണ്ണ ശക്തിമാനായി നീ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ പരീക്ഷയിൽ നിന്ന് ഞാൻ നിന്നെ താങ്ങും, നിന്നെ സഹായിക്കും, നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ എൻ്റെ നാമത്തെ നിഷേധിക്കാതിരുന്നത് കൊണ്ട് ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു. നിന്റെ മുൻപിൽ അടഞ്ഞു കിടന്ന വാതിലുകളെ തുറക്കുവാൻ ദൈവത്തിന് ഇതാ പ്രസാദകരമായി നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുമ്പോഴാണ് നമുക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് നമ്മൾ താഴുമ്പോൾ കർത്താവ് നമുക്ക് കൃപ വർദ്ധിപ്പിച്ചു തരും. എൻ്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായ സ്നേഹം അല്ലെങ്കിൽ കൃപ എന്ന് അപ്പോസ്തലനായ പൗലോസ് വിശേഷിപ്പിക്കുന്നത് അതിനെയാണ്. എൻ്റെ ബലഹീനതയിൽ എനിക്ക് പ്രശംസിക്കാനുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ ബലഹീനനാകും തോറും എന്നിൽ പെരുകി വരുന്നതായ ഒരു സ്നേഹം, ഒരു കൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ദൈവം തരുന്നതായ സഹിഷ്ണുത, ഓരോ കാര്യങ്ങളിൽ മേലും ദൈവത്തിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുവാൻ ദൈവം തരുന്നതായ അഭിഷേകം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സന്ദർശിച്ചത് സ്നേഹത്തോടെ നമ്മുടെ അവസ്ഥയെ അറിഞ്ഞ് കർത്താവ് തുറന്ന വാതിലുകളുമായി നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. നീ ഒരു വാതിലിന് വേണ്ടി, അടഞ്ഞു കിടന്ന വാതിലിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ മാനസികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ വഴികളുടെ മുമ്പിൽ തുറക്കുവാൻ ആരും നിനക്കില്ല എന്ന് നീ പരിതാപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നു, താക്കോൽ എൻ്റെ കയ്യിലാണ്, ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഞാനിതാ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവം തുറന്നതായ വാതിലിനെ കാണുവാൻ ഉള്ള ഒരു ദർശനം നമുക്ക് ഉണ്ടാകണം. അതാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതെയാണ്, തുറന്നിരിക്കുന്ന വാതിലിനെ കാണുവാനും ദൈവത്തിൻ്റെ ശക്തിയിൽ നാം വർദ്ധിച്ചു വരുവാനും ഉള്ളതായ ഒരു ദർശനം, ഒരു വെളിപ്പാട്, ഒരു ജ്ഞാനം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ആ ശക്തിയോടുകൂടെ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്ന വാതിലിലേക്ക് പ്രവേശിക്കുവാൻ അവൻ നമ്മെ പുതിയ അഭിഷേകത്താൽ നിറയ്ക്കും. അവൻ തൻ്റെ കൃപ നമുക്ക് തരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക. കർത്താവേ, എനിക്ക് അല്പമേ ശക്തിയുള്ളൂ, ഞാൻ ശക്തിമാനല്ല, ഞാനൊരു തികഞ്ഞവനല്ല, എങ്കിലും
എനിക്ക് കിട്ടിയ ശക്തിയാൽ ഞാൻ നിന്റെ നാമത്തെ നിഷേധിക്കുന്നില്ല, ഞാൻ നിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്നു എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മതിക്കുമ്പോൾ ആ തുറന്ന വാതിൽ കൂടെ കടക്കുവാനുള്ളതായ ഒരു പുതിയ അഭിഷേകം, അതിന്റെ മഹത്വത്തെ ദർശിക്കുവാൻ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തതായ വാതിൽ കൂടെ കടക്കുവാനുള്ള ഒരു ഭാഗ്യം ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറകൾക്കും തരും. ഒരു മനുഷ്യർക്കും അത് വർണ്ണിക്കുവാൻ സാധിക്കുകയില്ല. മറ്റാർക്കും തരാത്തതായ സന്തോഷത്തെ പ്രാപിക്കുവാൻ ദൈവം നിന്നെ ശക്തനാക്കും, അഭിഷേകം ചെയ്യും. അവനായി ദൈവം നിന്നെ ഒരുക്കും. ഗോഡ് ബ്ലെസ് യു.